നമസ്കാരം. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇന്ന് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായി കേട്ടോ. അതായത് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു ബ്യൂട്ടി പാർലറിന്റെ ഉദ്ഘാടനമായിരുന്നു ഇന്ന്. അതായത് 11 വർഷം മുമ്പ് മുതൽ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അവരത് വേറെ സ്വന്തമായി വസ്തുവൊക്കെ വാങ്ങിച്ച് ബിൽഡിംഗ് ഒക്കെ കെട്ടിയിട്ട് അവിടേക്ക് ഇന്ന് അവരുടെ പ്രവർത്തനം മാറ്റുന്നതിന്റെ ഉദ്ഘാടനമായിരുന്നു. ഉദ്ഘാടനത്തിന് വന്നത് ആരൊക്കെയായിരുന്നു പറഞ്ഞോ? നമ്മുടെ ബോബി ചെമ്മണ്ണൂർ, അതായത് നമ്മുടെ ബോച്ചയും മിയയും, അങ്ങനെ പിന്നെ കുറച്ച് MLA, അങ്ങനെ കുറെ ആൾക്കാരൊക്കെ. പക്ഷെ എനിക്ക് ഇവിടെ വന്നിട്ട് അവര് കുറച്ച് ദിവസം മുമ്പ് നോട്ടീസൊക്കെ കൊണ്ടുവന്നിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഇന്ന വ്യക്തികളൊക്കെ വരണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ബോച്ച വരുന്നുണ്ടെങ്കിൽ ഞാൻ ഇനി എന്ത് പ്രശ്നമായാലും ഞാൻ ചത്ത് കിടന്നാലും അവിടുന്ന് എഴുന്നേറ്റിട്ട് വരും. ബോച്ച എനിക്കൊന്ന് കാണണം. എന്റെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹം തന്നെയാണ്. ബോച്ച നമ്മുടെ ഇത്രയും അടുത്ത് വരുമ്പോൾ കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ല, ഞാൻ വരുമെന്ന് തന്നെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇന്ന് ഒരു 10:30-ക്കായിരുന്നു. പക്ഷെ ഞാൻ ആദ്യം അവിടെ ചെന്നപ്പോൾ അദ്ദേഹം വന്നിട്ടില്ല. ഗാനമേളൊക്കെ നടക്കുന്നു, ഓൺ ദ വേ ആണ് എന്ന് അവിടെ അനൗൺസ്മെന്റ് നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. 5 മിനിറ്റ് ഇവിടെ നിന്ന് മറ്റെന്തൊക്കെ ജോലികളൊക്കെ ചെയ്തിട്ട് ഞാൻ വീണ്ടും ചെന്നു. അപ്പോൾ അദ്ദേഹം വന്നു. സ്റ്റേജിൽ അദ്ദേഹം ഉണ്ടായിരുന്നു, മിയയും ഉണ്ട്. പരിപാടികളൊക്കെ, അതിന്റെ ഉദ്ഘാടന പരിപാടികളൊക്കെ ആരംഭിക്കാനായിട്ട് അദ്ദേഹം വേദിയിൽ പ്രസംഗിക്കാനായിട്ട് തുടങ്ങുന്ന സമയത്താണ് ഞാൻ ചെല്ലുന്നത്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തെ ഞാൻ കണ്ടു. പിന്നെ ഇപ്പൊ ഈ അടുത്ത് അദ്ദേഹത്തിന്റെ പേരിലൊരു കേസൊക്കെ വന്നു. അപ്പം അപവാദമൊക്കെ വന്നിട്ട് അദ്ദേഹത്തിന് കുറച്ചൊരു മോശം അവസ്ഥയായിരുന്നു ആ സമയത്തൊക്കെ. കുറെ ആൾക്കാരൊക്കെ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞവരൊക്കെ ഉണ്ട്. പക്ഷെ എന്ത് പറഞ്ഞാലും എനിക്ക് ആ മനുഷ്യനെ വലിയ ഇഷ്ടമാണ്. കാരണം നല്ല നന്മയുടെ ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ട്. അത് നമുക്ക് പല അനുഭവങ്ങളിൽ നിന്ന് പണ്ട് മുതൽ തന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഇവിടെ വെച്ചും അദ്ദേഹത്തിന് ഒരു ലക്ഷം രൂപ അവര് അദ്ദേഹത്തിന് ഇത് വന്നതിനായിട്ടുള്ള ഒരു സമ്മാനം, ഒരു ചെറിയ ഗിഫ്റ്റ് പോലെ കൊടുത്തു. അപ്പൊ അദ്ദേഹം എന്തെടുത്തു? അദ്ദേഹം പറഞ്ഞു, 1 ലക്ഷം രൂപ അവരെനിക്ക് തന്നിട്ടുണ്ട്. ഞാനിത് ഇവിടെ പൈസയ്ക്ക് ബുദ്ധിമുട്ടൊക്കെ ഉള്ള അല്പം ദാരിദ്ര്യം അനുഭവിക്കുന്ന അവർക്ക് വേണ്ടി ഞാനിത് കുറച്ചു പേർക്ക് ഞാനിത് കൊടുക്കാം, ആരെങ്കിലും ഉണ്ടേ മുന്നോട്ട് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചു പേരൊക്കെ അവിടുന്ന് കുറച്ചു പേരൊക്കെ ഓരോരുത്തരായിട്ട് ബുദ്ധിമുട്ടുള്ളവരും അസുഖമുള്ളവരും ഒക്കെ ആയിട്ട് ചെന്ന് അദ്ദേഹം കുറച്ച് പൈസ ഇതിന് കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എണ്ണിച്ചുട്ട അപ്പക്കഷ്ണം പോലെയാണ് ഇത്, കുറച്ച് പൈസയേ ഉള്ളൂ, എല്ലാവർക്കും കൊടുക്കണം. അപ്പോൾ കുറേശ്ശെ ആൾക്കാർ വരണം എന്നും പറഞ്ഞിട്ട് അദ്ദേഹം അതിൽ നിന്ന് വീതിച്ച് വെച്ച് കുറച്ച് എല്ലാവർക്കും കൊടുത്തു. അല്ലെ, വളരെ വലിയൊരു കാര്യമല്ലേ? ആ 1 ലക്ഷം രൂപ കൊണ്ട് അദ്ദേഹത്തിന് പോവാം. പക്ഷെ 1 ലക്ഷം രൂപയെങ്കിൽ 1 ലക്ഷം, അതൊരു 10 പേർക്ക് ഉപകാരമാവുന്നു എങ്കിൽ എത്രയോ നല്ല കാര്യമാണ്, അല്ലേ? പിന്നെ അപ്പൊ ബാക്കി കുറച്ച് പൈസ ഉണ്ടായിരുന്നു. അപ്പൊ കുറെ കുട്ടികളൊക്കെ ഫ്രണ്ട് നിൽപ്പുണ്ട്. അപ്പൊ കുട്ടികളോട് പറഞ്ഞു, വരൂ, നിങ്ങൾക്ക് ഇത് ഞാൻ തരാം, ഒരു ഫുട്ബോള് നിങ്ങൾ കളിച്ചോ, ഫുട്ബോൾ വാങ്ങിച്ചോ എന്ന് പറഞ്ഞിട്ട് കുട്ടികളെല്ലാം ഭയങ്കര ബഹളം വെച്ചിട്ട് ഭയങ്കര തിരക്കറിയില്ല കൊച്ചുങ്ങളുടെ കാര്യം. അവരെല്ലാം കൂടെ കിടന്ന് ഇടിക്കുകയാണ് പൈസ മേടിക്കാനായിട്ടോ. ഭയങ്കര ബഹളം, പിള്ളേരെല്ലാം കൂടെ കിടന്ന് ഇടിച്ച് ബാക്കി കുറച്ച് പൈസ ഉണ്ടായിരുന്നു. എന്തായാലും കുറെ പിള്ളേർക്ക് അത് കൊടുത്തു. അവര് പിള്ളേരിലാണ് 500 നോട്ടും പൊക്കി പിടിച്ചിട്ട് അവിടെ നടക്കും. വളരെ സന്തോഷത്തോടെ മോച്ച് തന്നേന്ന്. അപ്പൊ ആ ഓർക്ക് അത് ഇത്രയോ നല്ലൊരു കാര്യമാണ്. കാരണം അദ്ദേഹം ചെയ്ത ആ ഒരു നല്ല കർമ്മത്തെ എങ്ങനെയാണ് നമ്മൾ പറയാതിരിക്കുക? കാരണം എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലം വരെ ഇത്രയും ബുദ്ധിമുട്ടി വന്ന് ഈ ഒരു ഇതിനായിട്ട് വേണ്ടിയിട്ട് ആൾക്കാരെ കണ്ടു. ഈ ഞങ്ങളുടെ നാട്ടിലെ ഇങ്ങനെ ഒരു സംരംഭം അദ്ദേഹം വന്ന് ഉദ്ഘാടനം ചെയ്തതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ആ നല്ല മനസ്സ്, അതിൽ നിന്നുണ്ടാവുന്ന ആ മനസ്സിന്റെ ഒരു ഭാഗമാവാൻ ഞങ്ങളുടെ നാട്ടിലെ കുറച്ചെങ്കിലും ആൾക്കാർക്ക് കഴിഞ്ഞല്ലോ എന്നും ഒരു ചാരിതാർത്ഥ്യമുണ്ട്.